ഇല്ലായ്മയിൽ നിന്ന് വരുന്ന പ്രാർത്ഥന. അത് ഗദ്ഗതത്തോടു കൂടിയായിരിക്കാം, നമ്മുടെ കണ്ഠം ഇടറിയായിരിക്കാം, അതിന് വലിയ സ്വരമാധുരി കാണുകയില്ല, പക്ഷെ അത് ദൈവം സ്വീകരിക്കും. ഇവിടെ വഴിപാടർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, യെരുശലേം ദേവാലയത്തിൽ ഈ സ്ത്രീ അതുപോലെ തന്നെ ധനവാന്മാരും വഴിപാടർപ്പിക്കുമ്പോൾ പുരോഹിതന്മാർ നോക്കി നിൽക്കും. അപ്പോൾ പുരോഹിതന്മാർ നോക്കി നിൽക്കുമ്പോൾ ഒരാള് ഇതുപോലത്തെ ചില്ലിക്കാശിട്ടാൽ അവൾ ദരിദ്രതയാണെന്നുള്ളതായ ഒരു ഡെസ്പറേജിങ് റിമാർക്ക് പുരോഹിതന്മാർ അവർ പരിഹസിക്കും ഈ സ്ത്രീയെ. അപ്പോൾ ധനവാന്മാർ എന്ത് ചെയ്യും? അവർക്കുള്ളതായ ധനസമൃദ്ധിയിൽ നിന്ന് സമർത്ഥമായി ഇടുന്നത് കാണുമ്പോൾ പുരോഹിതൻ എന്ത് ചെയ്യുമായിരിക്കും? അവരെ വാഴ്ത്തി പുകഴ്ത്തി. അപ്പോഴത്തേക്ക് അവരുടെ മുഖമൊക്കെ പ്രസാദിച്ച്, കാരണം ഇതിൻ്റെ ഒരു അംശം പോകുന്നത് അങ്ങോട്ടാണ്. ഈ ദേവാലയത്തിൽ നിന്നെല്ലാം എടുക്കുന്നതിൻ്റെ ഇതെല്ലാം പോകുന്നത് ഒരംശം അവിടേക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ 13 ഈ ഓഫർട്ടറുകളിലും പുരോഹിതന്മാർ നിൽക്കുകയും ആളുകൾ തിങ്ങി നിരങ്ങി കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ അതിനെ റിമാർക്കിടുകയും ചെയ്യും. എന്നാൽ പുരോഹിതന്മാരുടെ റിമാർക്കിനും അതിനോട് ചേർന്ന ആൾക്കാർ അവളെ അപഹസിക്കുകയും ചെയ്യുമ്പോൾ, അവർ ദരിദ്രതയാണെന്ന് എണ്ണുമ്പോൾ, അവിടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ വഴിപാടിന് ഏറ്റവും വലിയ വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുവാൻ അവൾ തയ്യാറായി. യേശുതമ്പുരാൻ ഇങ്ങനെ ഒരു വലിയ ഒരു റിമാർക്ക് അവളെ കുറിച്ച് പറയുമെന്ന് മുന്നമേ അറിഞ്ഞിട്ടല്ല ആ സ്ത്രീ അവളുടെ ഉപജീവനത്തിൽ നിന്ന് ഇട്ടത് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാ. ആ മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടായിരിക്കാം കരഞ്ഞ് പ്രാർത്ഥിച്ചാലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ തോറ്റുപോകുന്നത്. കാരണം അത്രയും ആകുന്നില്ല. ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകണം. ഇവക്കൊന്നുമില്ല. ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് പാൻഡാറ്റോൺ ബയോൺ ഹോൺ എയ്ക്കൻ, അതായത് അവക്കുള്ള സർവവും. ബയോസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സിക്യൂട്ടീവ് കേസിലായതുകൊണ്ട് ബയോൺ എന്നായത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഉപജീവനം മുഴുവൻ, ജീവനേ ഉള്ളവക്ക്, ഷീ ഹാസ് നത്തിങ് ടു ഫോൾ ബാക്ക് അപ്പോൺ, ഷീ ഹാസ് നത്തിങ് ടു സെറ്റ് അപ്പാർട്ട് ഫോർ ബെറ്ററിങ് ഹെർ ലൈഫ്. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അവക്ക് അങ്ങനെ കൊടുക്കാൻ തക്കവണ്ണം സാധിച്ചു. നമുക്കും അതുപോലെ തന്നെ കൊടുക്കാൻ തക്കവണ്ണം സാധിക്കേണ്ടതാണ്. ദൈവം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല വില നൽകും എന്നുള്ളത് നാം നന്നായി തിരിച്ചറിയേണ്ടതാണ്. പത്രോസും യോഹന്നാനും ഒരിക്കൽ ദേവാലയത്തിൽ, ഏത് ദേവാലയത്തിലാ? ഈ വിധവയായ സ്ത്രീ ഈ കാഴ്ചയണച്ച ആ ദേവാലയത്തിൽ 9 മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് ജന്മം കൊണ്ട് തന്നെ മുടന്തനായ ഒരു വ്യക്തി അവിടെ ഇരുന്ന് അവരെ സൂക്ഷിച്ചു നോക്കി. അതിന്റെ പർപ്പസ് അവിടെ പറയുന്നുണ്ട്. എന്താ അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയത്? എന്താ? ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഇവര് എന്തെങ്കിലും സംഭാവന നൽകും, എന്തെങ്കിലും ഭിക്ഷ ഞങ്ങൾക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയോടെ ആ മനുഷ്യൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നമ്മുടെ പരിശുദ്ധനായ പത്രോസ്ലീഹ എന്ത് പറഞ്ഞു? വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഹോസ്റ്റലിൽ അതെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചത് ചിലർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് സുരക്ഷിതമായി വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും ഇല്ലാത്തവരുമുണ്ട്. എന്നാലും വെള്ളിയും പൊന്നും എനിക്കില്ല. അപ്പൊ ഇല്ലായ്മകളെ വിലയിരുത്തുന്ന, ഇല്ലായ്മയിൽ ദൈവത്തിന് പ്രസാദമായി യാഗമർപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യത സത്യത്തിൽ ക്രിസ്തുമതത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇല്ലായ്മയിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കും. ലോകത്തിൽ എവിടെയുണ്ട് ഇല്ലാത്ത ഒരവസ്ഥയിൽ സമ്പന്നമായി നല്ല മുഖപ്രസന്നതയോടെ ഇരിക്കാൻ തക്കവണ്ണം കഴിയുന്നത്? മൈക്ക് ഇല്ല, ഇന്ന് പ്രസംഗമുണ്ടോ? ഇല്ല. പരീക്ഷ എഴുതി മാർക്ക് ഇല്ല, സംതൃപ്തിയാവുമോ? ഇല്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി, അവിടെ ഒന്നും ഇല്ല. ഉള്ള അവസ്ഥ മാത്രവും അതിൻ്റെ സമൃദ്ധിയുടെ അവസ്ഥ മാത്രമേ മനുഷ്യൻ എക്കാലത്തും, പ്രത്യേകിച്ച് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഉള്ള അവസ്ഥയിൽ മാത്രമേ മനുഷ്യൻ സംതൃപ്തി അടയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തെയും പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ കൂടുതൽ കൂടുതൽ വാരിക്കോരി നൽകും, അല്ലെങ്കിൽ കാഴ്ചയണയ്ക്കും, ബലിയർപ്പിക്കും, യാഗമായി അർപ്പിക്കും. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാ. അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക.
അവർക്ക് അതിൻ്റെതായ ഒരു പണത്തിന്റെ ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് അവർ ആജ്ഞാപിച്ചപ്പോൾ, അല്ലെങ്കിൽ അവര് നിർദ്ദേശിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ആശംസിച്ചപ്പോൾ ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്രയും ഒരു ഫലം ഉണ്ടാകുവാൻ സാധ്യതയില്ല. അപ്പോൾ ദരിദ്രമായ അവസ്ഥ ഭൗതികമായി ചിന്തിക്കുമ്പോൾ, ഫിസിക്കലായി മോണിറ്ററി ടൈംസ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ സമ്പന്നമാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വലിയ തലം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം അറിയേണ്ടതാ. ഒരിക്കൽ കൽക്കട്ടയിലെ മദർ തെരേസ ഉള്ള കാലത്ത് ഒരു അതിഥി അവിടെ എത്തി. മറ്റ് സിസ്റ്റേഴ്സിനോടൊക്കെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മദറിനെ ഒന്ന് കാണണം. അപ്പൊ ഈ വന്നിരിക്കുന്ന ആളിനെ കണ്ടാല് അപ്പോയിന്റ്മെന്റ് എടുത്താലും എടുത്തില്ലെങ്കിലും ഒന്നും മദറിനെ കാണാൻ പറ്റുന്ന ആളല്ല. ആരായി വന്നിരിക്കുന്നത്? ഭിക്ഷപാത്രവും പിടിച്ചൊരു ഭിക്ഷകനാണ് ഏങ്ങി വലിഞ്ഞ് അവിടെ കയറി വന്നിട്ട് മദർ തെരേസയെ കാണണമെന്ന് ആ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നിരന്തരമായ അദ്ദേഹത്തിന്റെ നിർബന്ധം മൂലം മറ്റ് സിസ്റ്റേഴ്സ് മദറിനെ ഈ വിവരം അറിയിച്ചു. മദർ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിരുന്നു. വന്നപ്പോഴാണ് ഇങ്ങനെ മുറ്റത്ത് ഭിക്ഷാപാത്രവുമായി ഒരു യാചകൻ നിൽക്കുന്നത് മദർ തെരേസ കണ്ടത്. മദർ തെരേസയുടെ അടുക്കിലേക്ക് ആ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രത്തിലുണ്ടായിരുന്ന അങ്ങനെ ഭിക്ഷയെടുത്ത് ലഭിച്ചതായ അദ്ദേഹത്തിന് ലഭിച്ചത് മുഴുവനും കൂടെ ഈ ബൗളോടുകൂടി ബൗളിൽ നിന്ന് മുഴുവനും മദർ തെരേസയുടെ കയ്യിലേക്ക് കുടഞ്ഞ് ഇട്ടുകൊടുത്തു. 3 രൂപയിൽ താഴെയുള്ളൂ മൊത്തം നാണയങ്ങളെ. 3 രൂപയിൽ താഴെ മാത്രമേ ആ നാണയങ്ങളുള്ളൂ. 2015 മറ്റോ അന്നത്തെ ഫ്രണ്ട് ലൈൻ മാഗസിനിലെ ലേഖനമായി വന്നത്, സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ വായിച്ചതിന്റെ മനസ്സിൽ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നതാണ്. മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു, I value this gift more than all the awards and the donations I received in my life, including the Nobel Prize. എന്റെ ജീവിതത്തിൽ എനിക്ക് സമ്പന്നത നൽകിയിട്ടുള്ളതായ മുഴുവൻ ഡൊണേഷനേക്കാളും എനിക്ക് ലഭിച്ച സർവ അവാർഡുകളെക്കാളും ഇൻക്ലൂഡിംഗ് ദ നോബൽ പ്രൈസ്, അതിനേക്കാൾ അധികമായി ഞാൻ ഈ കൊച്ചു ചില്ലിക്കാശുകളെ, ഈ നാണയത്തുട്ടുകൾക്ക് വിലമതിക്കുന്നുവെന്ന് മദർ തെരേസ, വിശുദ്ധയായ മദർ തെരേസ തന്നെ അത് കണ്ടിട്ട് മനസ്സിലാക്കി. മദർ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ കണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്നതായ, ഞാൻ മിച്ചം പിടിച്ച് എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് സ്വരൂപിച്ചതായ ഈ നിക്ഷേപം ആ മദറിന്റെ കയ്യിൽ അർപ്പിക്കണമെന്നുള്ള ഒരു യാഗമായി, കാഴ്ചയായി, നിവേദ്യമായി അർപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം മൂലം അദ്ദേഹം വന്ന് അത് സമർപ്പിച്ചതാ. പ്രിയമുള്ളവരെ, അനേക ആളുകൾ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇനിയും അത് മറ്റു തരത്തിൽ, ഇതിന്റെയൊക്കെ സാമൂഹ്യ തലത്തിലേക്ക് പോയാൽ ഇതിന്റെ ആത്മീയ തലം ചിലപ്പോൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഡൊണേഷൻ എന്ന് പറഞ്ഞ് അനേക തരത്തിൽ ഈ മതങ്ങളെ ലഭിക്കുന്ന ആളുകൾ മുഴുവൻ ചെയ്യുന്നത് എന്താ? മറ്റ് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള പിടിപാടുകൾ വന്ന് എൻഫോഴ്സ്മെന്റുകാരും അതുപോലെയുള്ള ആളുകളും ഇൻകം ടാക്സുകാരും വരുമ്പോൾ അതിനെ ഒരു പുകമറയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ അനേക ദേവാലയങ്ങളെ അല്ലെങ്കിൽ ആത്മീയ തലങ്ങളിലേക്ക് മനുഷ്യൻ ബന്ധപ്പെടുന്നത്. അങ്ങനെ ഒരു തിന്മപ്പെട്ട ഒരു ചുഴിയിലും കൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള യാതൊരു അൺഹോളി നെക്സസും നടത്താൻ കഴിയാത്തതായ, സമൂഹത്തിൽ അത്ര കാര്യമായി പരിഗണിക്കാൻ കഴിയാത്തതായ, സമൂഹത്തിൽ വലിയ സാമൂഹ്യ നിലയോ വിലയോ ഇല്ലാത്ത, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത 2 സ്ഥലങ്ങളിൽ അവൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ദരിദ്രയായ വിധവ എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഇവൾ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളത് ഇട്ടിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇല്ലാത്ത അവസ്ഥ, ബീയിങ് നത്തിങ്, ഹാവ് നോട്ട്സ് എന്നുള്ള ഒരവസ്ഥ ആ സ്ത്രീയുടേത് വളരെ പ്രധാനമാണ്. ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണം. നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കാൻ തക്കവണ്ണം സാധിക്കരുത്. സമൃദ്ധിയിൽ നിന്ന് കൊടുത്തായിരുന്നല്ലോ. ശൗല് സമൃദ്ധിയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലേ? അത് യഥാർത്ഥത്തിൽ യാഗമാണ്, അത് ബലിയർപ്പിക്കുന്ന യാഗമാണ്. ഇത് അർപ്പണം, ഡൊറോൺ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, എങ്കിലും ഇത് ജസ്റ്റ് ഒരു ഗിഫ്റ്റാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ സാക്രിഫൈസാണ്. രണ്ടും രണ്ടാ. ഇവിടെ അമാലേക്യരോട് യുദ്ധം ചെയ്ത് അവിടെയുള്ള തിന്മപ്പെട്ട മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കണമെന്നുള്ള
ദൈവകൽപ്പന ശമൂവേൽ അറിയിച്ചു. അപ്പോൾ ശൗൽ എന്ത് ചെയ്തു? അമാലേക്യരുടെ അടുക്കൽ പോയി അവിടെ ഉണ്ടായിരുന്ന തടിച്ച കാളയെയും പോത്തിനെയും സ്വർണവും വെള്ളിയും ഇങ്ങനെയൊക്കെയുള്ള ലോകപ്രകാരം കണ്ടാൽ ആകർഷകമായ മുഴുവൻ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴത് ദൈവത്തിന് പ്രസാദമായി തോന്നിയില്ല. പ്രവാചകൻ അതിനെ ചോദിച്ചു, ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നത് എൻ്റെ സ്വന്തം കാര്യത്തിനല്ല, ഈ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കാനാ. ആലോചിച്ചു നോക്കിയേ, ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചുണ്ടാക്കി അണ്ടഘടകത്തെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയെ ആദരിക്കാതെ അനുഷ്ഠിക്കാതെ ദൈവത്തിന് പ്രസാദകരമായി ഇത്രയും വെള്ളിയും സ്വർണവും മറ്റുള്ള ഈ യാഗവും അതുപോലെ തന്നെയുള്ള നെയ്യും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഋഷഭങ്ങളെയും ആ പശുക്കളെയും മറ്റ് കന്നുകാലികളെയും ഒക്കെ കൊണ്ടുവന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം കോപിഷ്ഠനായെന്ന് മാത്രമല്ല, ആ ഒരു ദുഷ്കർമ്മം ചെയ്തോടുകൂടിയാണ് നിന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, നിനക്ക് പിൻഗാമിയായി മറ്റൊരുവരെ ഞാൻ അവിടേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നുള്ള ദൈവത്തിന്റെ ഒരു വേർഡിക്റ്റ്, ഒരു വലിയ വിളംബരം, ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇവിടെയായി. അപ്പോൾ സമൃദ്ധിയിലല്ല, ഇല്ലായ്മയിലും ദൈവം പ്രസാദിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പുണ്യപിതാക്കന്മാർ വിശുദ്ധ ബലിയുടെ സമയത്ത് അതിന് ഹൂത്തോമയായി ഈ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു വലിയ പരാമർശം അവിടെ നടക്കുക. നിർധനയാവാ വിധവയുടെ ചില്ലിക്കാശിന് തുല്യമതാം എന്നുള്ളത്, അതിന് തുല്യമായിട്ട് ഇതിനെ പരിഗണിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുക. ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാണ്, ഉള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് സംപ്രീതി എന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുക്രിസ്തു അവളെ കുറിച്ചുള്ള പരാമർശം നടത്തിയതോടുകൂടി ധനസമൃദ്ധിയിൽ നിന്ന് നൽകുന്നതിനേക്കാൾ ഇല്ലായ്മയിൽ നിന്ന് അവരുടെ കണ്ണുനീരിന്റെ ആ ഉപ്പും അതിന്റെ നനവും അതിന്റെ ഒരു ലവണവും ലാവണ്യവും ചേർന്നതായ ചെറിയ ചെറിയ ചില്ലിക്കാശുകളെ ദൈവം ഏറ്റവും അധികം വിലമതിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദരിദ്രരായി കഴിയാൻ വശപ്പെട്ടവരായ ആളുകൾ സമൂഹത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങളിൽ കൂടെ ഒന്നുമില്ലാതായി തീർന്നിരിക്കുന്ന ആളുകൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ത്യയെ ബ്രിട്ടൻ എത്ര വർഷം അടക്കി ഭരിച്ചു? ആ ഭരിച്ച സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും, അറിയേണ്ടതാണ്. ഇന്ത്യ മൊച്ചം അടച്ച് ആക്ഷേപിച്ച് പറയുന്ന റിമാർക്ക്, റെഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്നതായ ആ മഹാനായ മനുഷ്യൻ അവരുടെ എഴുത്തുകളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശം വളരെ എങ്ങനെയാണ് ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. നാൽക്കാലികളായ ജീവികളെക്കാൾ അധികമൊന്നും വിശേഷണമൊന്നും അവിടെ ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യം രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ആ രാജ്യത്ത് നിന്ന് താറുമാറായ സമ്പദ് വ്യവസ്ഥയെ കരപിടിപ്പിക്കുവാൻ ഇന്ന് ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചു. കൊറോണ കാലത്ത് അദ്ദേഹം ആവിഷ്കരിച്ച ഈറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഔട്ട് എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ഭക്ഷിക്കുന്നു, അതേ സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. സഹായിക്കേണ്ടതിന് ഭക്ഷിക്കുന്നു എന്നുള്ളതാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ച് സഹായിക്കുന്ന കാര്യമല്ല. വി ഈറ്റ്, അതിന് നമ്മൾ പൈസ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളൊക്കെ ലോകത്തിൽ പലയിടത്തുമുണ്ട്. അങ്ങനെ വന്നതായ ആ ഋഷി സുനക് ആണ് ഇപ്പോൾ 200 വർഷത്തിന് ശേഷം ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ എവിടേക്കാണ്? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റൊരു റിമാർക്കും വന്ന് കാണും. ഭാരതത്തിലെ മലയാള ഭാഷയിൽ പറയുമ്പോൾ റ എന്നുള്ള അക്ഷരത്തോട് തുടങ്ങുന്ന അധികം വാക്കുകളൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. ബഹ്റു എന്നുള്ള അക്ഷരവും അതിനോട് ചേർന്നുള്ള ഋഷികളും അതിനോടുള്ള ഋഷഭവും എല്ലാം മാറിപ്പോയെങ്കിലും ലോകത്തിലെ മുഴുവൻ ജനതയും കൗതുകത്തോടും പ്രത്യാശയോടും നോക്കിയിരിക്കുന്ന മനുഷ്യന്റെ പേര് ആരംഭിക്കുന്നത് ഈ അവഗണിക്കപ്പെട്ടതായ അക്ഷരം റ് എന്നിൽ ആരംഭിക്കുന്നതാണ്. ഋഷി സുനക്. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ലോകപ്രകാരം അളക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും പണം കൊണ്ടും വിഭവശേഷി കൊണ്ടും പിടിപാടുകൾ കൊണ്ടുമൊക്കെ പ്രവർത്തിച്ച് മനുഷ്യരെ പ്രസാദിപ്പിക്കാം, പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ സത്യം ഈ വിധവയുടെ മനസ്ഥിതിയിൽ നിന്ന് അവരുടെ സമ്പൂർണമായ സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇല്ലായ്മയിൽ ഉള്ളവരെയും ദൈവം സ്വീകരിക്കും. ഇല്ലായ്മയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം സമ്പൂർണമായ സമർപ്പണം നടത്തിയ ആ സ്ത്രീയെ
നമുക്ക് മാതൃകയാക്കാം. എൻ്റെ ധനസമൃദ്ധികളല്ല, മറിച്ച് എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ദൈവത്തിന് എനിക്കുള്ള സർവവും ദൈവത്തിന് കൊടുക്കും. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ ഈ ദേശത്ത് നാം ഇവിടെ അണയുന്നത്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ആ ദൈവപുരുഷനിൽ കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സാമൂഹ്യമായ അനാചാരങ്ങളും മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും കുടികുട്ടിവാണ്ടിരുന്നതായ ഒരു കാലത്ത് ഇവിടേക്ക് വരികയും സുവിശേഷത്തിന്റെ പ്രകാശം വന്നപ്പോൾ ഇങ്ങനെയുള്ള ദുരാചാരങ്ങളുടെ കാർമേഘം മാറി ഒറ്റപ്പെട്ടു പോയതായി ഈ ചെറിയ ദ്വീപിനെ വീണ്ടും കൂട്ടിച്ചേർത്ത് ഇത് ജനനിബിഡമാക്കി മാറ്റുന്ന ഒരു സ്ഥലമായി മാറ്റി, പുണ്യ സങ്കേതമായി മാറ്റി, ഒരു പരിശുദ്ധിയുടെ ഒരു വലിയ സുഗന്ധം ഇവിടെ നിന്ന് ഇങ്ങനെ ഉയരുന്ന ഒരു സ്ഥലമാക്കി മാറ്റുവാൻ തക്കവണ്ണം സാധിച്ചു. തിരുമേനിക്ക് ലോകപ്രകാരമുള്ള ഒത്തിരി സമ്പന്നത ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടല്ല, തിരുമേനിയുടെ ഇല്ലായ്മയിലുള്ള ആ സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന ജീവിതം ദൈവത്തിന് കൊടുത്തു. ഈ സ്ത്രീ അങ്ങനെ ആ ജീവൻ കൊടുക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. എങ്കിലും അവൾ എന്താ പിന്നെ കൊടുത്തത്? ജീവനോട് ചേർന്ന് നിൽക്കുന്ന, ജീവനെ താങ്ങി നിർത്തുന്നതായ ഉപജീവനം മുഴുവൻ, all the livelihood that she had, അവക്കുണ്ടായിരുന്ന സർവവും ഉപജീവന മാർഗം ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്തു. എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ നാം ചിന്തിക്കുവാണെങ്കിൽ, പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. പരിപൂർണമായി ദൈവം നടത്തിക്കൊള്ളുമെന്നുള്ള ഉറപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഇപ്രകാരം ചെയ്യാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ തൻ്റെ ജീവിതം, തൻ്റെ ഇല്ലായ്മ ദൈവത്തെ തുറന്നു കാട്ടി ഉള്ളതും കൂടെ അങ്ങനെ ദൈവത്തിന് വേണ്ടി നൽകിയതായ ആ സ്ത്രീ നമുക്കൊരു മാതൃകയായി തീരട്ടെ. ഈ വിധവ പേര് പറയാത്തത് കൊണ്ട് നമ്മൾ ആരുമായി ഇവൾ മാറാം. ഈ സ്ത്രീയെ പോലെ നമുക്ക് ആർക്കും ആകാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം കൂടി ഈ വേദഭാഗത്തു നിന്ന് നാം ഒന്ന് ചുരുളഴിച്ച് എടുത്താൽ, അർപ്പിച്ചതിനേക്കാൾ അർപ്പിക്കുന്നവരെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അർപ്പിച്ചതിനേക്കാൾ അർപ്പിക്കുന്നവരെ സ്വീകരിക്കുന്ന, കാണുന്ന ദൈവം. God who sees the offerer than what one offers. എന്ത് നാം അർപ്പിച്ചു എന്നുള്ളതിനേക്കാൾ അർപ്പിച്ചയാളിനെ കാണാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവം. ലോകത്തിൽ ഇപ്പം എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചാ. എങ്ങനെയാ? അർപ്പിച്ചതിനെ കാണുന്നു, അർപ്പിക്കുന്ന ആളിനെ നമ്മൾ അറിയുന്നില്ല. ഇവിടൊക്കെ അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അർപ്പിച്ചു പോയ ആളുകൾ എന്ത് ചെയ്യും? ഹൂ കേഴ്സ്? ദൈവസന്നിധിയിൽ ദൈവം റിവാർഡ് കൊടുക്കും, എന്നാലും നമ്മൾ അതിനെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഗൗരവമായി ചിന്തിച്ച്, മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം യേശുതമ്പുരാന്റെ ഈ ഒരു വലിയ നിർദ്ദേശത്തോടു കൂടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചുരുൾ അഴിയുകയാണ്. മനുഷ്യവർഗത്തിന്റെ ഇല്ലായ്മ മനസ്സിലാക്കി, മനുഷ്യവർഗത്തിന്റെ ക്ഷീണ അവസ്ഥ മനസ്സിലാക്കി, അവർക്കൊരിക്കലും അതിൽ നിന്ന് സമ്പന്നരാകാൻ സ്വയം സാധിക്കുകയില്ല എന്നുള്ള നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി, സമ്പന്നനായ ദൈവം അത് സകലവും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ധനവാന്മാർ ആ ഭണ്ഡാരങ്ങളിൽ ഇട്ടത് തുക എത്രയാണെന്ന് യേശുദേവൻ പറയുന്നുണ്ടോ? ആണെങ്കിൽ യേശുവിനെ 3.5 വർഷം തന്നെ ഇരിക്കാൻ അനുവദിക്കത്തില്ലായിരുന്നില്ലേ? നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ കഷ്ടപ്പെട്ട് 1 ഏക്കർ സ്ഥലത്തെ കൃഷി ചെയ്ത് അതിലെ ഏറ്റവും നല്ല കതിര് നോക്കി ഇവിടെ കൊണ്ടുവന്നതാ. മുഖം അങ്ങോട്ട് പ്രസാദിക്കുന്നില്ല അല്ലേ?
അല്ലാതെ അത് സ്വീകരിച്ച ആളിന്റെ മുഖമല്ല, അവിടെ ഇരിക്കുന്നവിടെ അല്ല. ഓരോ മാസവും സാലറി കിട്ടുമ്പോൾ അതിന്റെ ആ നോട്ടുകെട്ട് കിട്ടുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഏറ്റവും നല്ലത് മാറ്റിവെച്ച് കൊടുത്തതാണ്. പക്ഷെ തൃപ്തിയാകുന്നില്ല, നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല, ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ദൈവം ആ അർപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആ സ്ത്രീയെ തന്നെയാണ് കർത്താവ് നോക്കിയത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ദൈവം യേശുക്രിസ്തു മാത്രം. മനുഷ്യരുടെ ജീവിതത്തിൽ, അല്ലാതെ എനിക്കുള്ളതിൽ നിന്നല്ല, വാട്ട് ഐ ഹാവ് ഓർ വാട്ട് ഐ ഓഫേഴ്സ് അല്ല. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ. എന്നിലാണ് ദൈവത്തിന് താല്പര്യം, എനിക്കുള്ളതിലല്ല. സത്യസന്ധമായിട്ട് പറയണം, എനിക്കുള്ള കാര്യത്തെക്കുറിച്ചല്ലേ നിങ്ങൾക്ക് കൂടുതലൊരു സന്തോഷം, അതോ എന്നെയാണോ? അപ്പം അടുത്ത ചോദ്യം, ഏത് കാറാണ് മേടിക്കുന്നത്? ഇന്നോടുകൂടി വേറൊരു കാര്യത്തിൻ്റെ ഉത്തരം കിട്ടിയതോടുകൂടി അത്യാവശ്യം സമാധാനമായി. ഇനി അടുത്തത്, കാറ് മേടിച്ചിട്ടില്ലാത്തവർ ഏത് കാറ് മേടിക്കും? ഒരു ഓൾട്ടോ മേടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരായ ആളുകൾ, ദരിദ്രമായ അല്ലേ, എന്തോ ഒരു ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നില്ലേ. അതുകൊണ്ട് വലിയ വലിയ ആളുകളെന്ന് പറഞ്ഞാൽ ആയിരങ്ങളും പതിനായിരങ്ങളും കോടികൾ ബിസിനസ് ചെയ്ത് സമ്പാദിച്ചിട്ടുള്ള കുബേരന്മാരായ ആളുകൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. കേരളത്തിലും ഇപ്പോൾ അത്യാവശ്യം എണ്ണത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവര് ഒരു വിവാഹം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു കടയിലും വരാത്ത ഗൗൺ വേണം നമുക്ക്, അല്ലേ? ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കത്തില്ലല്ലേ. ഹാൻഡ്ലൂമിൽ പറഞ്ഞാൽ മതി, ആരും ഇടത്ത് ആരും അണിയാത്ത തരത്തിലുള്ള സ്വർണ്ണ നൂലോ വെള്ളി നൂലോ അല്ലെങ്കിൽ ഇനി അതിന് തുല്യമായ ഇതൊക്കെ ചെയ്ത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഫാഷൻ ഡിസൈനേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്ത് ഒറ്റ ഒരു എഡീഷനേ ഉള്ളൂ. അത് ആ ആളിന് വിവാഹത്തിന് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി മാത്രം പ്രത്യേക എഡീഷനിലെ വാച്ച്, അവർക്ക് വേണ്ടി മാത്രം പ്രത്യേക എഡീഷനിലെ ഒരു കാറ്, അത് വേറെ ആകത്തില്ല. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട സമ്പന്നനാകാൻ വേണ്ടി ലോകത്തിൽ ആളുകൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. അവരെല്ലാം ആ വ്യക്തികളെക്കാൾ കൂടുതൽ അവർക്കുള്ള പൊസഷൻസ് ആണ്, അവർക്കുള്ളതിലാണ് അവർക്ക് താല്പര്യം, ആ വ്യക്തികളെ അല്ല. അവരുടെ കസേര പോട്ടെ, ആരും കാണുകയില്ല. അവർക്ക് എന്തെങ്കിലും പറ്റട്ടെ, ഒരു വാട്സപ്പിലെ ഫ്രണ്ട് നമ്മളെ സഹായിക്കാൻ കാണുകയില്ല, മൊത്തം പേരും അന്നേരം അവരെ എക്സിറ്റ് ചെയ്യും. ലോകം മുഴുവൻ ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആളുകള് ചികിത്സയിലൊന്ന് വന്ന് തലമുടി ഒന്ന് കൊഴിയട്ടെ, അപ്പൊ നമുക്ക് കാണാം ഓരോ ദിവസത്തെ ഫ്രണ്ട്സിന്റെ എണ്ണം കൂടുവാണോ കുറയുവാണോ നോക്കാം. നമുക്ക് എന്തെങ്കിലും ഡിഫോർമാലിറ്റി വന്നാൽ, പ്രിയമുള്ളവരെ, നമുക്കുള്ളത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മെ പരിഗണിക്കുന്ന ഒരു സിസ്റ്റവും ലോകത്തിൽ നിന്ന് നിലനിൽപ്പില്ല. എന്നാൽ യേശു തമ്പുരാൻ സാക്ഷാൽ ദൈവമാകിയാൽ മനുഷ്യവർഗം മുഴുവത്തിന്റെയും നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുകയോ അതിനെ ഓർത്ത് മനുഷ്യവർഗത്തിന് നേരെ പുച്ഛഭാവത്തോടിരുന്ന് അവരെ പരിഹസിക്കുകയോ ചെയ്യുകയല്ല. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ചിരിക്കുന്ന എത്രയോ ദൈവസങ്കല്പങ്ങൾ ലോകത്തിലുണ്ടെന്നറിയാവോ? ഇല്ലേ? ലൈവ് പോകുന്നതുകൊണ്ട് മനുഷ്യരെ നന്നായി ഭരിക്കുന്നു, അവര് പുരോഗതിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന് കണ്ട് അസൂയപ്പെട്ടിട്ട് വേഷം മാറി വന്ന ആളുകൾ വരെയുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും പുനർവിചിന്തനം ചെയ്യേണ്ടി വരും. ഈ വന്നയാളാണോ അതോ അവിടെ ഇരിക്കുന്ന ആളാണോ യഥാർത്ഥത്തിൽ ദൈവം? ജ്ഞാനപ്പാനയില് ഒരു പാട്ടിനകത്തിലും പറയുന്നുണ്ടല്ലോ, അസുരന്മാർ സുരന്മാരായിടുന്നു, സുരന്മാർ അസുരന്മാരായിടുന്നു, അല്ലേ?
അപ്പൊ ഇത് ഇന്ന് നമ്മളല്ലാവാ, അതൊരു സങ്കല്പമായിട്ടോ യാഥാർത്ഥ്യമായിട്ടോ വിട്ടുതരും. അവരാരും ഇപ്പം ജീവനെടുപ്പല്ലോ. സോ വി ആർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദിസ് ലെജൻഡ്സ്. നമ്മളാരും നമുക്കുള്ളതിനെ ഒരു വ്യക്തിയെ ആ വ്യക്തിയായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിലൊക്കെ വളരെയധികം പുരോഗതി. ദൈവത്തെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവിടെ സ്വർഗരാജ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ച് നടക്കുക. ദൈവം മതം എന്ന് പറയുന്നതിനെ എടുത്തങ്ങ് ചവറ്റുകൊട്ടെ കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്വർഗരാജ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മനുഷ്യൻ എത്രയോ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് കുറച്ച് കൗൺസിലിംഗ് സെന്റർ കൂടും. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കൗൺസിൽ കൊടുക്കുക, ദുരാചാരം ഇങ്ങനെ ഇപ്പം കാണുന്നില്ല. അത് ഈ ബൂമിംഗ് ആയിട്ടുണ്ടാകുന്നതാണ്. മനുഷ്യനേക്കാൾ കൂടുതൽ അവനുള്ള വസ്തുമയം ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാകുന്ന ഒരു പ്രത്യേക നീരാളിപ്പിടുത്തത്തിനുള്ളിൽ മനുഷ്യൻ വീണു പോയിരിക്കുന്നത് കൊണ്ട് മനുഷ്യനേക്കാൾ കൂടുതൽ മനുഷ്യൻ ഉള്ളതിനെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ ദൈവം അങ്ങനെയല്ല. അവൾ അർപ്പിച്ചതിനെ കുറിച്ചേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുന്ന സ്ത്രീക്ക് വില നൽകുന്നതായ ഒരു ദൈവത്തെയാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. തമ്പുരാനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഒരു സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. ആളുകൾ കർത്താവിനെ ചുറ്റി ചേർന്ന് നിൽക്കുക. പീപ്പിൾ ആർ പ്രസ്സിങ് ഓൺ ജീസസ്. പക്ഷേ യേശു തമ്പുരാൻ ചോദിച്ചു, എന്നെ സ്പർശിച്ചത് ആര്? കൂടെയുള്ള ശിഷ്യന്മാരെന്താ ചോദിച്ചത്? ഉടനെ ഇത്രയും ആളുകൾ ചുറ്റിപ്പറ്റി അതിൻ്റെ ഇടയിൽ നമ്മൾ നിന്ന്, അല്ലേ, ഇന്നലെ കൊടിയേറ്റത്തിന് വന്നപ്പോൾ നമുക്കുണ്ടായ അനുഭവം പോലെ പീപ്പിൾ ആർ പ്രസ്സിങ്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ യേശു തമ്പുരാൻ ചോദിക്കുന്നു, എന്നെ സ്പർശിച്ചു. അപ്പൊ ഇവരെല്ലാം സ്പർശിച്ചത് എന്തോ ഇയാൾ ചോദിക്കുന്നതെന്നുള്ള രീതിയിലാണ്. യേശു തമ്പുരാൻ അല്ലല്ല, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവള് യേശു തമ്പുരാന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവന്റെ മുമ്പിൽ വന്ന് അവളുടെ വേവലാതി പറയുവാൻ ധൈര്യമില്ലാത്ത ഒരു സ്ത്രീ. ഒരാളിന് സുഖപ്പെടുത്തുവാൻ, മരിച്ചയാളിനെ ഉയർപ്പിക്കുവാൻ കർത്താവ് പോകുന്ന വഴിക്കാണ് ഈ സ്ത്രീ ഇങ്ങനെ അവളുടെ വസ്ത്രത്തിന് ദ ഫ്രിഞ്ച് ഓഫ് ഹർ ക്ലോത്ത്, യേശു തമ്പുരാന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹത്തിലൊന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവക്ക് സൗഖ്യം ലഭിച്ചു. യേശു തമ്പുരാൻ ആവശ്യപ്പെടുന്നത് എന്താ? ആ സ്ത്രീ ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം നേടിയതെന്നാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. യേശു തമ്പുരാന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ട് സൗഖ്യം നേടിയെന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ ജീസസ് ഹാസ് ടു അക്നോളജ്. അതാ, യേശുവിന് ശക്തി പോയിട്ട് വീണ്ടും ചാർജ് ചെയ്യാന്നുള്ള പക്ഷേ യേശുവിനില്ലല്ലോ. ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ശക്തിയുള്ള ആളാ. ആരംഭവും അവസാനം ഇല്ലാതെ ഇങ്ങനെ സർവത്തിന്റെ ഉടവയനായും സർവശക്തനായും നിലനിൽക്കുന്ന കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് കൊണ്ട് അവിടെ ലാക്ക് ഓഫ് ശക്തി ഉണ്ടാകുന്നില്ല. പക്ഷേ യേശു തമ്പുരാൻ want to recognize the woman who touched the fringe of his clothes and she was cured. അങ്ങനെ സൗഖ്യം ലഭിച്ച ആ സ്ത്രീയെ യേശു തമ്പുരാൻ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു എന്നുള്ളത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാക്ഷാൽ ദൈവത്തിന്റെ മനോഭാവം മനുഷ്യനുള്ളതിനേക്കാൾ മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളതാ. ഇന്നത്തെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, മനുഷ്യനെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ അധികാരത്തെ സ്നേഹിക്കുവാൻ, എനിക്ക് അധികാരമുള്ള സമയത്ത് എന്നോടുകൂടെ ചേർന്ന് അനേക ആളുകളുണ്ടാവും. എന്റെ കായിക ശക്തി ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെ സ്തുതിച്ചു പുകഴ്ത്തി എന്നെ ഇവിടെ ഇങ്ങനെ ആഘോഷത്തോടുകൂടി കൊണ്ടുപോകാൻ ആളുകളുണ്ടാവും. എനിക്കൊരു ക്ഷീണാവസ്ഥയുണ്ടായാൽ, എനിക്കൊരു ബലഹീനതയുണ്ടായാൽ, എനിക്കൊരു വീഴ്ച പറ്റിയാൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഭൂമിയിൽ ഇന്നില്ല. ഞായറാഴ്ച പള്ളി വരുമ്പോഴേ കുർബാന കഴിഞ്ഞ നമ്മള് കൈയൊക്കെ മത്തി പുറത്തിറങ്ങുമ്പോഴേ ലോഹ്യം എന്ന് പറയുന്ന വാക്കും, ലോഹ്യത്തിന് ഒരാൾ ചോദിക്കും, എന്നാ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കും. പ്രതീക്ഷിക്കുന്ന മറുപടി എന്തുവാ?
നമ്മുടെ ഇപ്പോഴത്തെ മിക്കവാറും ഏത് ആളുകളോട് പരീക്ഷ എങ്ങനെയുണ്ട്, ഏത് കാര്യത്തെക്കുറിച്ച് കുഴപ്പമില്ലെന്നേ പറയത്തുള്ളല്ലോ. മൊത്തം കുഴപ്പമായി വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചോദിച്ചാലും പറയും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നാട്ടുകാരെ കൈയോടെ പിടിച്ച് എങ്ങനെയുണ്ട്, എല്ലാം കുഴപ്പമില്ല. ഒരാളങ്ങ് മറുപടി പറയുവാണ്, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? ഇല്ല, ഞാൻ പരുമല ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നത്, എൻ്റെ കൂടെ ഒന്ന് വരാവോ, ആരുമില്ല. എന്തായിരിക്കും നമ്മൾ പറയുന്ന മറുപടി? അത് ഞാൻ അത്ര ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, ഐ നെവർ മീൻ ഇറ്റ്, ഞാനൊരു ലോകത്തിന് ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെയുള്ള പൊയ്മുഖങ്ങളുടെ ഒരു ലോകമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം അങ്ങനെ പ്രവർത്തിച്ചാൽ അത് സാക്ഷാൽ ദൈവമാവുമോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് അവളെയാണ് ദൈവം വിലമതിച്ചത്. ഇവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. ഇവൾ, ദിസ് വിഡോ, ദിസ് വുമൺ, ഇവൾ അവക്കാണ്. ബാക്കി നടന്നതല്ല, അതിനോട് ചേർന്നുള്ളതാ. ഇവൾ എന്നുള്ള ആ ഒരു ഇവളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അല്ലാതെ അവൾ കൊണ്ടുവന്നതോ അവൾ ഇട്ടതോ അല്ല, അവൾക്കാണ് ദൈവം തമ്പുരാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകത യേശു തമ്പുരാൻ നാം കാണുന്നത്, നമുക്കുള്ളതിനെ സ്വീകരിക്കുന്നതിനേക്കാൾ നമ്മെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം മണിമാളികകൾ പണിഞ്ഞാലും, എത്രമാത്രം വാരിക്കോരി ദൈവത്തിന് നമ്മുടെ തിന്മയിലും പാപത്തിലും അധമമായ വാസനയിലും സകലോലുപതയിലും ജീവിതത്തിന്റെ ധാർമ്മികത നഷ്ടപ്പെട്ട് വാരിക്കൂട്ടി വെച്ചിട്ട് ഇതൊന്നും നന്നല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാം, പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, മകനേ മകളെ, നിനക്കുള്ളതിനെയല്ല നിന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. യേശു തമ്പുരാനിൽ കൂടെ ലോകത്തിന് ഈ സ്ത്രീയുടെ പ്രവൃത്തിയിലൂടെ വെളിവാക്കി എന്നുള്ളതാ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. മനുഷ്യന്റെ എല്ലാ നിസ്സഹായ അവസ്ഥയും പാപഭംഗരമായ ജീവിതാവസ്ഥയും കണ്ടിട്ട് അവനെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. ഈ സ്ത്രീ ഇട്ട 2 ചില്ലിക്കാശ് ഒന്നും ഇല്ല. അന്നത്തെ അവിടുത്തെ ഒരു ദിവസത്തെ കൂലി 1 ദീനാറോയാവും. നാണയം 1 ദീനാറോ. അതിലെ ആ ദീനാറോ എന്ന നാണയത്തിന്റെ 128 ഒരു ലെപ്റ്റ. നമ്മളിട്ടത് ലെപ്റ്റായ സ്മോൾ കോപ്പർ കോയിൻ. മലയാളത്തിലാക്കിയപ്പോൾ അത് 2 കാശായതാണ്. കാശ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നതല്ലാതെ കാശ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? അപൂർവമായി ചിലപ്പം വല്ല മ്യൂസിയത്തിലോ കൊട്ടാരത്തിലോ പോയപ്പോൾ കണ്ടിട്ടെന്നല്ലാതെ കാശ് നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് 500 നോട്ടാണ്. കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ പണ്ട് നിലനിന്നതായ കാശ് അപൂർവമായിട്ട് അല്ലേ. ആ കാശ് ആർക്കാ ഉള്ളായിരുന്നെന്ന്? കാശില്ല. പ്രിയമുള്ളവരെ, 128 ലെപ്റ്റ അടങ്ങിയാലേ 1 ദീനാറോ ലഭിക്കൂ. ഒരു ദിവസത്തെ അന്നത്തെ കൂലി അവിടെ ലഭിക്കുകയുള്ളൂ. ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള കൂലിയാണ്. അപ്പോൾ in economic sense, in economic terms, she offered nothing at all, a very negligible sum, an amount എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. എന്നിട്ടും ദൈവം തമ്പുരാൻ ആ പണത്തിലെ കൗണ്ട് ചെയ്തില്ല. ആ പണത്തിലല്ല അവൻ്റെ ആകർഷണം പോയത്. യേശു തമ്പുരാന്റെ ശ്രദ്ധ പോയത് അതർപ്പിച്ചതായ ആ വിധവയിലാണ്, ആ സ്ത്രീയിലാണ്. ഇതിന് ലോകത്ത് ഒരു ബദൽ സംവിധാനം ലോകത്തിൽ യേശു തമ്പുരാൻ കൊണ്ടുവന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന, മനുഷ്യത്വത്തെ മനസ്സിലാക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, അവർക്ക് വിലമതിക്കുന്നതായ ഒരു സംസ്കാരം ഉണ്ടാകുവാൻ തക്കവണ്ണം സാധിച്ചു. അതുകൊണ്ടാണ് സുവിശേഷപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന എല്ലാ ആത്മീയ മക്കളും മനുഷ്യരെ സ്നേഹിക്കാൻ തക്കവണ്ണം തുടങ്ങും.
പരിശുദ്ധനായ പരിമല തിരുമേനി അനേകം പ്രാർത്ഥനകൾ നടത്തി, അനേക സ്ഥലങ്ങളിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുകയും ചെയ്താണ് യെരുശലേമിലേക്ക് പോയത്. ആ പുണ്യനികേതത്തിൽ പോയി ബലികൾ അർപ്പിച്ച് കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ, ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ നടത്തിയ പ്രസംഗവും പിന്നീട് നടത്തിയ പ്രവർത്തനവും മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാ. മനുഷ്യന്റെ ഉദ്ധാരണം. നമ്മുടെ ഇടയിലുള്ള ആ ദുഷിച്ചതായ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു അന്ത്യം വരണം. നമ്മുടെ ഇടയിൽ ഇടതുകരവും വലതുകരവും തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരുടെ ഉദ്ധാരണം. ഇവിടെ വലിയ ആളുകളൊക്കെ പറയും, വലിയ വിമോചന സമരങ്ങളൊക്കെ നടത്തി എന്തൊക്കെയോ നേട്ടം ഉണ്ടാക്കി. അതെല്ലാം ഇപ്പൊ തിരിച്ചു പിടിച്ചോണ്ടിരിക്കുക. ആ പിടിച്ചത് മുഴുവൻ കുബേരന്മാർക്ക് കൂട്ടുനിൽക്കുന്നതായ സംവിധാനത്തിലേക്ക് നീങ്ങി. ഏറ്റവും വലിയ സമ്പന്നൻ കേരളത്തിൽ ആരാ? ഏറ്റവും വലിയ സംവിധാനമുള്ളത് ആർക്കാ? ഇതെല്ലാം നേരെ തിരിച്ചു പിടിച്ചു. അതുകൊണ്ട് അവർക്കൊന്നും ഒരക്ഷരം പോലും കഴിയാത്തതായ ആണ്. ക്രിസ്തീയ സഭയെ അതിന് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിനെതിരെ പോരാടാനൊക്കെ സാധിക്കേണ്ടതാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം ഒരു ക്രിസ്തീയ സമുദായത്തിനും ഉണ്ടാകുന്നില്ല എന്നുള്ളതാ. വിശ്വാസപരമായ കാര്യത്തിലാണ്. വിശ്വാസമില്ലാതെ ദൈവാരാധന നടത്താൻ കഴിയാത്ത ആളുകൾക്കോട് ഒരിടപാടും നടത്താൻ ക്രിസ്തീയ സഭയിൽ സാധ്യതയില്ല. ഒരുവനെ ദൈവവിശ്വാസിയോ ഒരുവനെ ദൈവവിശ്വാസി അല്ലാത്തവനാണെന്നോ അറിയുന്നത് ഒറ്റ കാര്യത്തിലാണ്. അവൻ വെളുപ്പിനെ എഴുന്നേറ്റ് അവന്റെ ജീവിതം ആരംഭിക്കുന്നത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് മാത്രമേ ആരൊക്കെയുള്ളൂ. അങ്ങനെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാതെ എന്ത് കാര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം? അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭൗതികതയിൽ ഊന്നുന്ന സംസ്കാരം ലോകത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പുരോഗതിയിലേക്ക് പോയിട്ടില്ല. ഈ നാട്ടിലെ ആളുകൾ, അധികൃതരായ ആളുകൾ, പ്രധാന വഴിയിലൂടെ സഞ്ചരിക്കാൻ യോഗ്യതയില്ലാത്തവരെന്ന് വലിയ സവർണർ കരുതുന്ന ആളുകൾ, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി തിരുമേനി തുമ്പമണ്ണും തിരുവല്ലയിലെ സ്കൂളുകൾ ആരംഭിച്ചു. പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെയാണ് പരിമള തിരുമേനിയുടെ നാമത്തിൽ അത് അറിയപ്പെടാൻ തുടങ്ങിയത്. അത് ആരംഭിച്ചത് തിരുമേനിയാ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സാമൂഹ്യമായ ഉദ്ധാരണം, സമൂഹത്തിന്റെ ഉദ്ധാരണം. ഇവിടെ കലുങ്കുകൾ വരണം, റോഡുകൾ വരണം, പാലങ്ങൾ വരണം, ഇതൊന്നും അല്ല. അതൊക്കെ അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ മൃഗതുല്യമായി കരുതുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമുള്ള മനുഷ്യൻ, ദൈവാരാധനയെ നടത്തേണ്ടതായ മനുഷ്യൻ, അവരുടെ അജ്ഞതയിലും പാപത്തിലും അവരുടെ ആ ഗതികേടിൽ നിന്നും അവരെ സുവിശേഷത്തിന്റെ പാതയിലേക്ക്, സത്യവെളിച്ചത്തിന്റെ പാതയിലേക്ക്, വിജ്ഞാനത്തിന്റെ പാതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ ഉദ്ധരിക്കുന്ന, മനുഷ്യകേന്ദ്രീകൃതമായ ദൈവീകരണ പ്രക്രിയയുടെ ഭാഗമാവാൻ തക്കവണ്ണം പരിശുദ്ധനായ പരിമല തിരുമേനി ആരംഭിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിച്ചപ്പോൾ സൗഖ്യം നേടിവരും. അനേക തരത്തിലുള്ള ദുഃഖങ്ങളുമായി വരുന്നവർക്ക് അതിൽ നിന്നുള്ള സമൃദ്ധി വിടുതൽ ലഭിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രദേശം എല്ലാവരാലും ഭീതിദായകമായി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ജനനിബിഡമായി തീർന്നു. ആ ഒഴുക്ക് ഇന്നും ഈ പരിമലയുടെ പരിശുദ്ധിയിലേക്ക് അത് നുകരുവാൻ, ആ വിശുദ്ധിയുടെ കാറ്റം നിൽക്കുവാൻ, ആ പരിമളം ഒന്ന് പ്രാപിച്ച് എന്റെ ജീവിതവും സുഹൃതമടയാമെന്നുള്ള ആ ഒരു വലിയ സമർപ്പണത്തിലാണ് ആളുകൾ ഈ ദേവാലയത്തിൽ വരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, മനുഷ്യന്റെ ജീവിതത്തിൽ സംതൃപ്തി അടയുന്ന ദൈവം, ആ ദൈവം അരുളി ചെയ്തു, ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും നിങ്ങൾക്ക് സമർത്ഥമായ ജീവനുണ്ടാകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ കൊല്ലും കൊലയും നടന്ന ഒരു പ്രദേശമാണ്. ആ സ്ഥലത്ത് അനേകർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്റെ ജീവൻ ഞാൻ നൽകുന്നുവെന്ന് ക്രിസ്തുവിന്റെ പരമഭക്തനായ ആ പരിമല തിരുമേനി ആ കാലഘട്ടത്തിൽ പറഞ്ഞുവെങ്കിൽ നമ്മുടെ കർത്താവാണതിന് കാരണം. അവന്റെ ജീവിതം നമ്മുടെ നേർച്ച കാഴ്ചകളിൽ കൊണ്ട് സുഭിക്ഷമാകാതെ, സമ്പന്നമാകാതെ, അതിന് സുഖലോരുതയിൽ അങ്ങനെ ആറാടി ജീവിക്കാതെ അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് പിച്ച് ചീന്തി അങ്ങനെ ക്രൂശിലെ ബലിയായി തീർന്ന്, യാഗമായി തീർന്ന് നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം നൽകി. അങ്ങനെ അത് തന്റെ ജീവിതം ലോകത്തിലെ സർവ്വ മനുഷ്യർക്ക് ഉന്നമനത്തിനായി നൽകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന ദൈവം അതുപോലെയുള്ള മനോഭാവമുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവൾ ഇട്ടതിനേക്കാൾ കൂടുതൽ അവളെ തിരിച്ചറിഞ്ഞു.
ജീസസ് ഹാസ് ദ സെയിം മൈൻഡ് ഓഫ് ദിസ് വിഡോ. ഇവരുടെ ഇതേ മനസ്സാണ് യേശു തമ്പുരാനുള്ളത്. അതുകൊണ്ട് ഒരേ മനസ്സുള്ള ആളുകൾ, ഒരേ ഹൃദയ ചിന്തയുള്ള ആളുകൾ, സമചിത്തം ഉള്ള, സമചിത്തതയുള്ള, സമഭാവനയുള്ള ആളുകൾ പരസ്പരം ഒന്നാവും ഉള്ള ആ ഒരു പ്രമാണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എല്ലാവരാലും ത്യജിക്കപ്പെട്ട്, ആരും അങ്ങനെ പ്രത്യേകിച്ച് പരിഗണന കൊടുക്കാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആ വിധവ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിചാരിച്ച് തനിക്കുള്ള ആ ചില്ലിക്കാശുമായി പ്രാർത്ഥനാ നിരതമായി വിരയാർന്ന കരങ്ങളോടെ ആ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് വന്ന് കാഴ്ചയിട്ടു. പുരോഹിതർ അവൾക്ക് സർട്ടിഫൈ ചെയ്ത് കാണും, ദരിദ്രയായ ഒരു സ്ത്രീ, മാറി നിൽക്കൂ, സമ്പന്നനിടട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിക്കാണും. എന്നാൽ എല്ലാവരെയും നോക്കിക്കണ്ടിട്ട് മനുഷ്യന്റെ ഹൃദയങ്ങളെയും ആന്തരികേന്ദ്രിയങ്ങളെയും അവന്റെ നിലവുകളെയും ഒക്കെ അറിയുന്ന ദൈവം അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റിമാർക്ക്, ഒരു സർട്ടിഫിക്കറ്റ് നൽകി. എല്ലാ സമ്പന്നനേക്കാൾ അധികമായി അവരുടെ ഉപജീവനം മുഴുവനും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവൾക്ക് നൽകി. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഏതൊക്കെ തലങ്ങളിലാണ്? നമുക്കതിന് വിശുദ്ധി വേണം, സമർപ്പണം വേണം, വിശ്വാസം വേണം, അർപ്പണ മനോഭാവം വേണം. അത്രയും ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ പോലെ നമ്മെയും യേശു തമ്പുരാൻ സ്വീകരിക്കും. നമ്മുടെ സംഭാവന ചെറുതുമാകട്ടെ വലുതുമാകട്ടെ, പരിഗണിക്കുന്നതുമാകട്ടെ അവഗണിക്കുന്നതുമാകട്ടെ, മറ്റുള്ളവർ നമ്മളെ അപഹസിച്ചാലും നമുക്കുള്ളത് ദൈവത്തിന് സമൃദ്ധിയോടെ കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചാൽ ആ ഹൃദയത്തിൻ്റെ മനോഭാവം അനുസരിച്ച്, മനസ്സിൻ്റെ ചിന്തകളെ അനുസരിച്ച് ദൈവം അത് സ്വീകരിക്കും എന്നുള്ളതാണ്. എല്ലാവരും കണ്ടില്ലെങ്കിലും ദൈവം കണ്ട് അതിന് വിലയിടും. ആ ദൈവത്തിലാണ് നമുക്ക് ആശ്രയം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം അപ്രകാരം തന്നെ ജീവിച്ച് ജനത്തിന് ഉപകാരത്തിനായി ഈ ലോകത്തിൻ്റെ വെളിച്ചവും ഉപ്പും ഒക്കെയായി ഇതിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ നാമത്തിൽ നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. ഈ വിധവയെ പോലെ പരിപാവനമായ ജീവിതത്താൽ സുഗന്ധം പരത്തുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം സ്വീകരിക്കുന്നതായ, ദൈവം വിലമതിച്ചതായ ഈ വിധവയുടെ ജീവിതത്തെ പോലെ, അവിടെ നേർച്ച കാഴ്ചകളെ പോലെ നമ്മെ സ്വീകരിക്കുവാൻ പരിശുദ്ധന്റെ മധ്യസ്ഥതയെ നമുക്ക് തുണയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.